ഇസ്ലാമിക വിശ്വാസം മനുഷ്യന് ഫ്രീ വിൽ ഉണ്ട് എന്നുള്ളതാണ്. ഞാനൊരു തിയോളജിസ്റ്റ് അധ്യാപകനാണ്. ഞാൻ കഴിഞ്ഞ ദിവസവും പാഠമെടുത്തത് ഇസ്ലാമിൽ ഫ്രീ വിൽ ഉണ്ട്, ഇഖ്തിയാർ എന്ന് പറയും. ആ ഫ്രീ വിൽ അനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കുന്നത് മനുഷ്യൻ്റെ സ്വച്ഛപ്രകാരമാണോ അല്ലെങ്കിൽ മനുഷ്യൻ സ്വയമാണോ പ്രവർത്തനത്തിനെ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത്? അവിടെയാണ് രണ്ടഭിപ്രായമുള്ളത്. ഇനി അതേസമയം ഞാൻ നാസ്തികതയിലേക്ക് ഇറങ്ങി വന്ന് ചോദിക്കട്ടെ, നിങ്ങളെന്തേ സാം ഹാരിസിനെ കുറിച്ചൊന്നും മിണ്ടാത്തത്? അദ്ദേഹം പറയുന്നതിൻ്റെ മാരകത എത്ര ഭയാനകമാണ്. ഒരു മനുഷ്യൻ്റെ മസ്തിഷ്കം എന്ന് പറയുന്നത് അത് പ്രകൃത്യാ നിയന്ത്രിക്കപ്പെടുന്ന ന്യൂറോ കെമിക്കൽ എഫക്ഷൻസ് മാത്രമാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഒരു മനുഷ്യൻ രാഷ്ട്രത്തിൻ്റെ പ്രസിഡന്റിനെ കൊന്നാൽ അയാൾ പ്രതിയല്ല, കാരണം അയാൾക്ക് അങ്ങനെയല്ലാതെ ചെയ്യാൻ പറ്റില്ല. ഗോവിന്ദചാമിക്ക് സൗമ്യയെ ബലാത്സംഗം ചെയ്യാതിരിക്കാൻ പറ്റില്ല. Consider you're a generic murderer. Okay, his choice to commit his last murder was preceded by a long series of prior causes, a certain pattern of electrochemical activity in his brain, which was the product of prior causes, some combination of bad genes and the developmental effects of an unhappy childhood, whatever influences were impinging upon him the day he committed his crime. The moment we catch sight of this stream of causes that precede any conscious experience and reach back into childhood and beyond, or beyond the person's skin into the world, the sense of his culpability disappears. That the place where we would place our blame disappears. അതായത് വെള്ളം ചേർത്ത് നേർപ്പിച്ച നാസ്തികത നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഒരു നിഫാക്കില്ലാത്ത നാസ്തികത ലോകത്തിന് മാനവികതയ്ക്ക് അപകടമാണ് എന്നുള്ളതാണ് പരമാർത്ഥം. പിന്നെ ഒന്നാമത്തെ ഒരു ആർഗ്യുമെന്റ് അദ്ദേഹം വളച്ചൊടിച്ചു. ഞാൻ എൻ്റെ സ്റ്റേറ്റ്മെന്റ് തന്നെ പറഞ്ഞത്, നിലനിൽപ്പുള്ള എല്ലാ വസ്തുവിനും ഹാസ് എ കോസ് ഓർ എ സീക്വൻസ് ഓഫ് കോസസ്. പരിശോധിച്ച് നോക്കൂ. ഒന്നുകിൽ കാരണം അല്ലെങ്കിൽ കാരണങ്ങളുടെ കൂട്ടായ്മ. പക്ഷേ ആ കാരണങ്ങളുടെ കൂട്ടായ്മ കൊണ്ട് അത് പിന്നെ പോളിത്തിസം, ബഹുദൈവ വിശ്വാസമാകുമോ എന്ന് ചോദിച്ചാൽ, ഭൗതിക ലോകത്ത് അങ്ങനെയാണെങ്കിലും ആത്യന്തികമായി എല്ലാത്തിനെയും ഡിസൈൻ ചെയ്യേണ്ട രണ്ടെണ്ണം വേണ്ട, ഒന്ന് മതി. അങ്ങനെയാണ് മോണോത്തിസം സ്ഥാപിതമാകുന്നത്. പിന്നെ അദ്ദേഹം ധാർമ്മികതയെക്കുറിച്ചാണ് വാചാലനായത്. ആദ്യം അദ്ദേഹം ഞാൻ ഈ പറഞ്ഞതൊക്കെ സ്ഥാപിക്കട്ടെ. പ്രപഞ്ചം അനാദിയാണെന്ന് പറ. ലോജിക്ക് എങ്ങനെയാണ് സ്ഥിരപ്പെടുന്നത് എന്ന് പറ. ലോജിക്ക് ഇല്ല എന്ന് കോസ്മോളജിസ്റ്റുകൾ, ഫിസിസ്റ്റുകൾ, ബയോ കെമിസ്റ്റുകൾ, ഫ്രാൻസിസ് ക്രിക്ക് DNA കണ്ടെത്തിയ ആളല്ലേ, അദ്ദേഹമൊക്കെ പറയുന്നതാ. മാത്രവുമല്ല, അടുത്തൊരു വിഷയം, ഇനി ധാർമ്മികതയുടെ ചർച്ചയിലേക്ക് വന്നാൽ, ഈ നാസ്തികതയിലെ ധാർമ്മികതയോ, ആത്യന്തികമായി ശരിയും തെറ്റും തീരുമാനിക്കുവാൻ ഏതാണ് പാരാമീറ്റർ? ഒരു സാമൂഹികതയെ സൃഷ്ടിക്കാൻ ഇന്നേ വരെ കഴിഞ്ഞോ നാസ്തികതക്ക്? മാത്രവുമല്ല, മതം ഒഴിവാക്കി മനുഷ്യനാകാൻ പുറത്തേക്ക് വരൂ, മതത്തിൻ്റെ പുറത്തേക്ക് വരൂ എന്ന് പറഞ്ഞിട്ട് ഒരു സാമൂഹിക സംഘടനാ വ്യവസ്ഥ പോലും നാസ്തികതക്ക് ലോകാടിസ്ഥാനത്തിൽ ഉണ്ടാക്കാൻ പറ്റിയോ? നിങ്ങൾ തന്നെ എത്ര ഗ്രൂപ്പാ? ഞാൻ സംഘടനാ ലെവലുള്ള ചർച്ചയല്ല ഇവിടെ ചെയ്യുന്നത്. കാരണം സ്വതന്ത്ര ചിന്ത അങ്ങനെയാണ്, ആർക്കും എന്തും പറയാം എന്ന് പറയുന്ന ഒരു അനാർക്കിയാണ് അതിൻ്റെ അകത്തുള്ളത്. ആത്യന്തികമായ അബ്സല്യൂട്ട് ജസ്റ്റിസിനെ പറ്റി സ്വതന്ത്ര ചിന്തയിൽ ധാരണയില്ല. അപ്പോൾ അനീതി ചെയ്യപ്പെടുന്ന ആളുകൾ അവരെങ്ങനെയാണ് സമാധാനിക്കുക? നിയമപാലകന്മാരെ പേടിച്ച്, നിയമത്തെ പേടിച്ച്, ഫ്രസ്ട്രേഷനുമായി, കല്ലിച്ച കലിപ്പുമായി ഒരുപാടിടങ്ങളിൽ താമസിക്കുന്ന എത്രയോ പതിനായിരങ്ങൾ. അവരോട് നാസ്തികതയ്ക്ക് എന്താണ് പറയാനുള്ളത്? അപ്പോൾ പറയും ഭരണഘടന അനുസരിച്ച് കൊണ്ട് ജീവിക്കുക. അപ്പോൾ അയാൾക്ക് സ്വതന്ത്ര ചിന്ത സാധ്യമല്ലേ? എന്തിന് ഞാൻ ഭരണഘടനയെ അനുസരിക്കണം എന്ന് ചോദിച്ചാൽ എന്തേ പറയുക? ഇസ്ലാമിന് പറയാനുണ്ടാകും രാഷ്ട്രത്തിൻ്റെ നിയമം പാലിക്കൽ ഇസ്ലാമികമായി നിർബന്ധമാണ് എന്ന് പറയാനുണ്ടാകും. ഇനിയോ ഭരണഘടന നിങ്ങളുടേതാണോ? യുവാൽ നോവ ഹരാരി ഡാർവിനിസ്റ്റ് അല്ലേ? അദ്ദേഹം പോലും എന്താ പറയുന്നത്? സെമിറ്റിക് മതസാഹിത്യങ്ങളിൽ നിന്നാണ് ഭരണഘടന ഉണ്ടായത് എന്ന്. ഇനി നിങ്ങളൊരു ചാരിറ്റി സംഘടന ഉണ്ടാക്കുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ പറയും ഗവൺമെന്റിൽ ഫണ്ട് കൊടുക്കുന്നുണ്ട് എന്ന്. ഗവൺമെന്റ് നിങ്ങളുടേതാണോ? എല്ലാതും അല്ലേ? ഞങ്ങളും ഫണ്ട് കൊടുക്കുന്നില്ലേ? എല്ലാം നിങ്ങളുടേതാക്കുന്നത് എന്തിനാ? മാത്രമല്ല, അദ്ദേഹം എന്നോട് ചോദിച്ചു, പ്രിയപ്പെട്ട RC സ്വർഗത്തിൽ കടക്കുമോ? ഇവിടെ ഏതൊക്കെയോ ആളുകളെ ഉദ്ധരിച്ചു. ഞാനതൊന്നും അങ്ങോട്ടേക്ക് എൻ്റെ വിഷയം കൊണ്ടുപോവുകയല്ല. പക്ഷേ ഇസ്ലാമിൻ്റെ വിശ്വാസം ദൈവത്തിൻ്റെ പണിയിൽ നിങ്ങൾ കൈയിടാൻ പാടില്ല എന്നുള്ളതാണ്. ആരൊക്കെയാണ് സ്വർഗത്തിൽ, ആരൊക്കെയാണ് നരകത്തിൽ, അങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന പണി ഇവിടെ വിശ്വാസികൾക്കില്ല. അത് ദൈവത്തിൻ്റെ അധികാരമാണ്, ഞങ്ങൾക്കറിയില്ല എന്നുള്ളതിൻ്റെ ഉത്തരം. അപ്പോഴല്ലേ ദൈവം എല്ലാത്തിനും അധികാരമുള്ളവനാവൂ. ഞാൻ എൻ്റെ വാക്കുകൾ, ഈ നാസ്തികതയുടെ ധാർമ്മികത ഒരുപക്ഷെ ഒരു മോർച്ചറിയാണ്. ഒരുപാട് ശവശരീരങ്ങൾ അതിൻ്റെ അകത്തുണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞ ആ വിഷയം തന്നെ. മാത്രമല്ല, അതിൻ്റെ ചില പോളിസികൾ നോക്കൂ.
സന്തോഷമുള്ളതിനെ സ്വീകരിക്കണം. അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ ക്വാണ്ടിറ്റിയും നോക്കി. സ്വാതന്ത്ര്യ ചിന്തകർക്കിടയിൽ വ്യത്യസ്തമായ അഭിപ്രായം. മൃഗങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്നില്ലേ? മൃഗങ്ങൾക്ക് എവിടെ മതം? ഏതെങ്കിലും മൃഗങ്ങൾ ഇപ്പം അമ്പലത്തിൽ പോകുന്നുണ്ടക്ക, പള്ളി പോകുന്നുണ്ടക്ക, നിസ്കരിക്കുന്നുണ്ടക്ക? ഇല്ല. ഇവർക്കൊക്കെ എന്താണ്? അവർ സന്തോഷല്ലേ? അവർ ഇനിയോ കൺസെന്റ് ഉണ്ടെങ്കിൽ എന്തും ചെയ്യാം, കൺസെന്റ് ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല. അത് ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട് അംഗീകരിക്കുന്നില്ല എന്നുള്ളതല്ല. സ്വതന്ത്ര ചിന്തയുടെ ലേബിളിൽ വരുന്ന ആളുകൾ ആ ആർഗ്യുമെന്റ് നടത്തുന്നുണ്ട്. കൺസെന്റ് തരാൻ പറ്റാത്തതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ജീവിതത്തിന് ഭാരമാണെങ്കിൽ, സന്തോഷത്തിന് തടസ്സമാണെങ്കിൽ ചെറിയ കുഞ്ഞുങ്ങളെ കൊന്നേക്കൂ എന്ന് പറഞ്ഞ പീറ്റർ സിംഗർ ഇല്ലേ? ഡോക്കിൻസിന്റെ പ്രിയപ്പെട്ട, ലോകം കണ്ട ഏറ്റവും വലിയ ധാർമ്മികൻ എന്ന് ഡോക്കിൻസ് പുരസ്കരിച്ച പീറ്റർ സിംഗർ. എന്താ നിങ്ങളുടെ അഭിപ്രായം?